ഇത് മറിമായതിലെ ഏതോ ഒരു എപ്പിസോഡിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ്. ചെറിയൊരു പോർഷൻ ഇട്ടിരിക്കുന്നതാണ്. ഒരു സാറ് ഒരു കൊച്ച് ഉച്ചയ്ക്ക് സ്കൂളിൻ്റെ സൈഡിൽ മാറിയിരിക്കുന്ന കണ്ടപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. അമ്മയ്ക്ക് അസുഖമാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ക്യാഷ് ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ അധ്യാപകൻ അതിന് കാശ് കൊടുക്കാമെന്ന് പറയുന്നു. അവൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലെന്ന് പറയുന്നു. അപ്പോൾ അവനോട് പുറത്തുള്ള കടയിൽ പോയി കഴിച്ചോ, ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറയുന്നു. അതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ കമൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഇതുപോലെ എനിക്ക് 2 ടീച്ചർമാരുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ബേബി ടീച്ചർ, പിന്നെ 7ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച രാജേശ്വരി ടീച്ചർ. എൻ്റെ ജയ ടീച്ചർ, ബിന്ദു ടീച്ചർ. കണ്ണ് നിറഞ്ഞത് എൻ്റെ മാത്രമാണോ? ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ ഉമർ മാഷിനെ അതുപോലെ ശങ്കർ മാഷിനെയും ഓർക്കുന്നു. ക്യാഷ് ഇല്ലാത്ത സാഹചര്യത്തിൽ യൂണിഫോം വാങ്ങി തന്നതും ബാഗ്, കുടയും ബുക്സ്, ചായക്കാശും സ്കോളർഷിപ്പുകളും പെരുന്നാളിന് പൈസ തരികയും ഉച്ചയ്ക്ക് ഊണ് തരികയും ചെയ്ത് എൻ്റെ മനസ്സിൽ ഇന്നും എന്നും ഉയർന്ന സ്ഥാനമുള്ള മഹാഗുരുനാഥന്മാർ. ലാസ്റ്റ് ആ ഡയലോഗ് അവർ പറയും, ആരും അറിയണ്ട എന്ന്. അങ്ങനെ എത്ര മഹാമനുഷ്യർ നമുക്ക് ചുറ്റും. എപ്പിസോഡ് 426. നാട്ടകം കോളേജിലെ പ്രിയപ്പെട്ട ബാബുരാജ് സാർ. സംഭവം നന്നായിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അന്ന് അധ്യാപകർ ഇങ്ങനെ ആയിരുന്നു എന്ന്. അധ്യാപകരെ കാണുമ്പോൾ ഭയപ്പെട്ടിരുന്ന ഒരു ബാല്യമാണ് എനിക്കുൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, അന്നത്തെ അവരുടെ അറിവ് അത്തരത്തിൽ ഭയപ്പെടുത്തിയാലേ നല്ല അധ്യാപകരാവൂ എന്നതായിരിക്കണം. അനുഭവിച്ചവർ ഇത് കണ്ട് കരഞ്ഞിട്ടുണ്ടാകും. മാതാപിതാ ഗുരു ദൈവം. മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അറിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അത് ഗുരു തന്നെയാണ്. മറിമായ ഇഷ്ടം.